നമ്മൾ നടത്താറുണ്ട്. പക്ഷേ വേണ്ടത്ര കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. കുട്ടികൾ ഈ സ്റ്റാമ്പ് ശേഖരണം നമ്മളൊക്കെ ചെറുപ്പത്തിൽ തീപ്പെട്ടിയിൽ ഇത്രയും വരെ ശേഖരിച്ച ഒരു കാലഘട്ടമുണ്ട്. ഇപ്പം അതൊന്നുമില്ല. അന്ന് കലണ്ടർ ഇങ്ങനത്തെ കാലഘട്ടങ്ങളിൽ നിന്ന് മാറി സ്റ്റാമ്പ് വരെ ശേഖരിക്കാൻ അറിയാത്ത കുട്ടികളുടെ യുവതലമുറയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് സ്റ്റാമ്പ് ശേഖരണം, ഈ ഫിലാറ്റലി ക്ലബ്ബുകൾ, ഇതിലൊക്കെ നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ തന്നെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഫിലാറ്റലി മെമ്പർഷിപ്പ് എടുക്കാം. കുട്ടികൾക്ക് തപാലിലാണ് വരിക സ്റ്റാമ്പ്. ഏറ്റവും പുതിയ ഇറങ്ങുന്ന ഓരോ ദിവസവും പുതിയ പുതിയ സ്റ്റാമ്പുകൾ ഇറങ്ങുന്നുണ്ട്. ചില സ്റ്റാമ്പുകൾ ഇപ്പോൾ അയോധ്യയുടെ സ്റ്റാമ്പ് ഇറങ്ങിയപ്പോൾ കേരളത്തിൽ തന്നെ വന്നപാട് തീർന്നു. ആ സ്റ്റാമ്പുകൾ അത് സംഘടിപ്പിക്കുകയും അത് നമ്മൾ സൂക്ഷിച്ചു വെക്കുകയും എന്ന ഒരു കടമ കുട്ടികൾക്കുണ്ട്. അതൊന്നും ഈ കാലഘട്ടത്തിൽ കാണുന്നില്ല. അന്യം നിന്ന് പോകുന്ന ചില കലകളുടെ ഭാഗമാണ്, മറ്റൊരു കലയാണ് ഇത് സ്റ്റാമ്പ് ശേഖരണം. അത് നിന്ന് പോകുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികളെ പരിചയപ്പെടുത്താനെങ്കിലും ഇവിടെ നിങ്ങൾ സംഘടിപ്പിച്ച ഈ സ്റ്റാമ്പ് പ്രദർശനം, കറൻസി പ്രദർശനം വളരെ പ്രശംസനീയമാണ്. അതിൻ്റെ സംഘാടകരെ അനുമോദിക്കുന്നതോടൊപ്പം ഔപചാരികമായി ഈ സ്റ്റാമ്പ് പ്രദർശനം ഉദ്ഘാടനം ചെയ്യാനായി പ്രഖ്യാപിക്കും. അടുത്തായിട്ട് ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ കരിപ്പ സുരേഷ് സാറെ ക്ഷണിക്കാം. ബഹുമാനപ്പെട്ട ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ കൂടിയായ സ്വാഗത സംഘം ചെയർമാൻ ശ്രീ രതീഷ് കുമാർ സർ, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത തളിപ്പറമ്പ് പോസ്റ്റ് മാസ്റ്റർ ശ്രീ എസ് ഹരീന്ദ്രൻ അവർകളെ, ഇന്നത്തെ ഈ സ്റ്റാമ്പ് പ്രദർശനത്തിൻ്റെ മുഖ്യ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ പ്രിയങ്കരനായ കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഫിലാറ്റലിസ്റ്റ് ശ്രീ AK ശ്രീദീപ് സാറാണ്. അതോടൊപ്പം തന്നെ ഈ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞ ശ്രീ സുരേഷ് സാർ, കൊട്ടാരം പ്രദേശ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ പ്രിയമുള്ള സംഘാടകരെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ ആകസ്മികമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ചടങ്ങിലേക്ക് കടന്നു വന്ന് ഒരാശംസ പ്രസംഗികൻ്റെ റോളിൽ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഈ കൊട്ടാരം പ്രദേശ് ക്ലബിൻ്റെ 40ാമത് വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് വിവിധ പ്രതിമാസ പരിപാടികളുമായി ഈ ക്ലബ്ബ് മുമ്പോട്ട് പോകുന്നത് എന്ന് നമുക്കറിയാം. ഞാനൊക്കെ സ്ഥിരമായി പത്രം വായിക്കുമ്പോൾ കൊട്ടാരം പ്രദേശ് ഒരു ക്ലബ്ബായിട്ടാണ് ഞാനിതിനെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ സംഘാടകർക്ക് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയുമായി മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത് എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഫിലാറ്റലി എന്ന് പറയുന്നത് ഇവിടെ ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇന്നത്തെ വിദ്യാർത്ഥികൾക്കും യുവതലമുറക്കും പൊതുസമൂഹത്തിനും അതിനെ സംബന്ധിച്ച് പൂർണ്ണമായ ഒരു അറിവില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നമ്മുടെ മുട്ടോടത്ത് ഹൈസ്കൂളിലെ ചെറിയൊരു പ്രദർശനവും പരിപാടിയുമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ വർഷവും തപാൽ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഫിലാറ്റലി പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വിവിധ ചിത്രരചനയും അതോടൊപ്പമുള്ള പരിപാടികളൊക്കെ നടത്തി വരാറുണ്ട്. അതിലൊക്കെ പല വിദ്യാലയങ്ങളിലെയും സ്കൂൾ കുട്ടികൾ പങ്കെടുക്കുകയും അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനം തപാൽ മേഖല വരുന്നു എന്നുള്ളത് തന്നെ അദ്ദേഹത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം ഇത്തരത്തിലുള്ള ഒരു പരിപാടി
ഇവിടെ ഈ ഏറ്റെടുത്ത് നടത്തുന്ന ഈ കൊട്ടാരം ബ്രദേഴ്സ് ക്ലബിനെയും ഞാൻ അകമഴിഞ്ഞ് മുക്തകണ്ഠം പ്രശംസിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുക. ഒരുപാട് നിങ്ങളുടെ പോസ്റ്റ് ഓഫീസുമായി നിരന്തരമായി ബന്ധപ്പെടുന്ന പല ആളുകളും കൂട്ടങ്ങളുണ്ടാകും. അപ്പോൾ പോസ്റ്റ് ഓഫീസിനകത്തും നമ്മുടെ ജനസൗഹൃദമായി നിത്യജീവിതത്തിൽ പൊതുജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരുപാട് പരിപാടികൾ ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൽ നടന്നു വരുന്നു. നമുക്കറിയാം അതിലേറ്റവും കൂടുതൽ തന്നെ അക്കൗണ്ടുകളാണ്. നമുക്കൊക്കെ ഇപ്പോൾ ഈ ബിസിനസ് കേന്ദ്രീകൃത നമ്മുടെ ഈ പരിപാടിയെക്കുറിച്ച് വരുന്നു എന്നുള്ളത് തന്നെ അദ്ദേഹത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ ഈ ഏറ്റെടുത്ത് നടത്തുന്ന ഈ കൊട്ടാരം ബ്രദേഴ്സ് ക്ലബിനെയും ഞാൻ അകമഴിഞ്ഞ് മുക്തകണ്ഠം പ്രശംസിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുക. ഒരുപാട് നിങ്ങളുടെ പോസ്റ്റ് ഓഫീസുമായി നിരന്തരമായി ബന്ധപ്പെടുന്ന പല ആളുകളും കൂട്ടങ്ങളുണ്ടാകും. അപ്പോൾ പോസ്റ്റ് ഓഫീസിനകത്തും നമ്മുടെ ജനസൗഹൃദമായി നിത്യജീവിതത്തിൽ പൊതുജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരുപാട് പരിപാടികൾ ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൽ നടന്നു വരുന്നു. നമുക്കറിയാം അതിലേറ്റവും കൂടുതൽ തന്നെ അക്കൗണ്ടുകളാണ്. നമുക്കൊക്കെ ഇപ്പോൾ ഈ ബിസിനസ് കേന്ദ്രീകൃത ഇന്നത്തെ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്ന രതീഷ് ഇവിടെ സ്വാഗതം ആശംസിച്ച ഇവിടെ ഇന്ന് ഈ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്ത ഹരീന്ദ്രമൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട സുരേന്ദ്രൻ കരിപ്പാഴ്ച നമ്മുടെ പോസ്റ്റ് മാസ്റ്ററുടെ അല്പമുള്ള കൊട്ടാരം ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഭാരവാഹികളെ, കണ്ണൂർ ജില്ലാ ക്ലബ്ബ് എക്സിക്യൂട്ടീവ് മെമ്പർമാരുണ്ട്, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഒരു നിയോഗം